ഷാജി നീ എവിടെ? ഞാനിവിടെ ദുബായിലുണ്ട്. എന്താണ് വിശേഷം? ഇവിടെ എന്ത് വിശേഷം? സുഖം തന്നെ. ഓ നിന്റെ ഒക്കെ ഒരു സമയോടെ. അങ്ങനെ പറഞ്ഞാ മതി. പിന്നെ ദുബായിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ട ഒരു യോഗം. ഈ ചൂടിൽ കിടന്ന് പണിയെടുക്കുന്ന പാട് നമുക്കല്ലേ അറിയൂ. പണിയെടുത്താൽ എന്താ അവിടെ ദുബായിൽ നിന്ന് നിറം കിട്ടൂലേ? പിന്നെ ഇവിടുത്തെ സർക്കാരിന്റെ ഇൻഷുറൻസ്, പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ പ്രവാസികൾക്ക് ബിസിനസ് തുടങ്ങാൻ ലോണ്, പിന്നെ നിങ്ങളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ്, എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ടല്ലോ. എന്തോന്നേ ഞങ്ങളെക്കാളും വലിയ VIP ആണോ നിങ്ങള്? നമ്മുടെ നാടിന് വേണ്ടി കൂടിയല്ല അണ്ണാ ഞങ്ങളൊക്കെ ഈ പണിയെടുക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയിലാണ് ഞങ്ങളെ പോലുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കേരള സർക്കാർ ചെയ്യുന്നത്. ഇനിയിപ്പോ നാട്ടിൽ വന്നാലും എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കാന്നുള്ളൊരു ധൈര്യമൊക്കെ ഉണ്ട്. നീ ഇപ്പൊ നാട്ടിലോട്ട് കയറി വന്നില്ലായിരുന്നു. നീ അവിടെ കാണണ കേരളം അല്ലേ ഇവിടത്തെ കേരളം. മാമൻ ധൈര്യമായിട്ട് കയറുക. അച്ഛൻ മാമന്റെ അടുത്ത് വരണ്ടെന്ന് പറയണതേ ബൈക്ക് തിരിച്ചു തരേണ്ടി വരും വിചാരിച്ചാണ്. ചുമ്മാ എവിടെ ചുമ്മാ ആവശ്യമില്ലാത്ത കട്ടായി അപ്പരട്ട് എന്നെ പണിയണം കേട്ടോ. അല്ല മനുഷ്യ, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? ആ മനുഷ്യൻ നാട്ടിൽ വന്ന് വല്ല ജോലിയും ചെയ്ത് സമാധാനത്തോടെ കുടുംബത്തിനോട് ജീവിക്കുന്ന നിങ്ങൾക്ക് സഹിക്കുന്നില്ലേ? അതെന്താണെന്ന് അറിയാം ബിന്ദു, ഈ അടുത്ത കാലത്തായിട്ട് നാട്ടുകാർക്ക് നല്ലത് വരുന്നു എന്ന് അറിയുമ്പോ എനിക്ക് വല്ലാത്തൊരു നെഞ്ചുവേദന. ഇന്നിപ്പം നെഞ്ചുവേദന വരാതിരുന്നാ മതിയായിരുന്നു. വല്ലാത്തൊരു അസുഖം തന്നെ.